ഒരു ഓണം വെക്കേഷനിലാണ് ഞാൻ ഇങ്ങോട്ട് കയറുന്നത്. ഞാൻ 45 മിനിറ്റ് താന്നൂരിലെ ഒരു അധ്യാപകനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ്, സോറി ലുക്മാൻ, നീ അവിടെ നിൽക്കേണ്ടടുത്ത് നിന്നിട്ടോ, നിന്റെ ഡയറക്റ്റ് ആയിട്ടാണ് പരിഗണിക്കാം, ഒരു കാരണവശാലും നിനക്ക് അപ്രൂവൽ കിട്ടില്ല എന്നാണ്. പക്ഷേ പണം നമ്മൾ ആഗ്രഹിക്കുന്നത്, പണം വരും, പണം ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് വരും. പക്ഷെ അതിനുള്ള അറിവുകൾ നമ്മൾ ആർജിച്ചെടുക്കുക എന്നാണ്. സുമാരപക്ഷൻ പറയുന്നുണ്ട് അല്ലെ, എല്ലാവരും ലുക്മാനോ സുമാരനോ ഒന്നുമല്ല, നമ്മളെല്ലാവരും പടിയിലിറക്കണം. ഒരുപാട് യാത്ര 97-ലെ ആദ്യത്തെ ബർജി ജബ്ബാർ മാഷ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഒരു 8 എല്ലാം 74 കുട്ടികൾ, 74 കുട്ടികൾ. അതിൽ ഒരു കുട്ടി ഇപ്പൊ പറപ്പൂർ IUSL മാത്തമാറ്റിക്സിന്റെ അധ്യാപകൻ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നസീഹ എന്ന ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികൾ, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അധ്യാപകര്, ബിസിനസ്മാര്, ഒരുപാട് ഒരു പരിക്കുമില്ലാതെ നമുക്ക് പടിയിറങ്ങാൻ കഴിയുന്നത് എന്നത് നമ്മുടെ കുടുംബത്തിന്റെ മഹത്വമാണ്. കുടുംബത്തെ നമ്മൾ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ, പാരന്റ്സിനെ നമ്മൾ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ വെള്ളക്കൊടുപ്പിക്കും. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലേക്ക് തിരിയുക. അധ്യാപകരാണോ ഇന്നത്തെ കുട്ടികൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് ആക്ഷനിലൂടെയാണ്. നിങ്ങളെ പറച്ചിൽ കൊണ്ടല്ല. ചൈൽഡ് ഈസ് നോട്ട് ലൈക്ക് യുവർ വേർഡ്സ് ബൈ യുവർ ആക്ഷൻ. അപ്പോൾ ചൈൽഡ് ഈസ് ലൈക്ക് ആൻ ആന്റിന. എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട് കുട്ടി എന്ന് പറയുന്നത്. ചൊട്ടേരശികൾ ചുഴലുവിനെ എന്നാണ് പറയുന്നത്. വേർഡ്സ് പറയുന്നുണ്ട് ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളെ പരിഗണിക്കാതെ നമുക്കിടമില്ല എന്നത് കൊണ്ട് തന്നെ പുതുകാല അധ്യാപകരോട് പറയാനുള്ളത്, ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒരുപറ്റം നല്ല കഴിവുറ്റ നല്ല ജീനിയസായ അധ്യാപകർ, പക്ഷേ അവരുടെ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. കുടുംബ പ്രശ്നങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങൾ, മറ്റുള്ള ബിസിനസ്സുകൾ, നമ്മുടെ ടാലന്റ് എന്നാണ് നമ്മളെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം. നമ്മൾ ആര്? അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സംഗതികൾ പറയാനുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. ഈ ജബ്ബാർ മാഷ് വ്യക്തമായതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു ഫ്രണ്ടിന്റെ 5-6 വർഷം ഒരു യാത്ര നടത്തിയിട്ടില്ല. പക്ഷേ 97 മുതൽ 2013 വരെ മരണപ്പെട്ടു പോയ അൻസാരിയും ജബ്ബാറും കൂടി ഞങ്ങൾ പോയ യാത്രക്ക് അതിനൊരുപാട് വർണ്ണനകൾ, ഭാവങ്ങൾ നൽകി. ഇപ്പോഴും നമ്മൾ ഫേസ്ബുക്ക് നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരുപാട് യാത്രകൾ, ഒരുപാട് അനുഭവങ്ങൾ. 2003 വിജയത്തിൽ വരുന്ന സമയത്താണ് ഉസ്മാൻ മാഷ് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന ലുക്മാനെ അധ്യാപകർക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്, ബ്ലോക്കിൽ നീയുള്ള പങ്കെടുക്കണം. അതാണ് ഇന്ന് ഒരു അധ്യാപകൻ എന്ന നിലക്കും ഒരു ട്രെയിനർ എന്ന നിലക്കും എന്നെ ഏറ്റവും കൂടുതൽ കളറാക്കി തന്ന ആ ഉസ്മാൻ മാഷ്. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത്, ഒരു HM എന്ന് പറയുന്നത്, ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്, ഒരു എന്തെല്ലാം മറ്റുള്ളവരെ പ്രതിബന്ധിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ വളർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വളരും. നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വളർത്തുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ജാക്മേഡ് കോട്ടേഴ്സിന്റെ ടുഡേ ഈസ് ടഫ്. ഇനി ജൂണിലാണ് ക്ലാസ്. ഇനി മുതൽ 35-65 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കേണ്ട. ടുഡേ ഈസ് ടഫ്, ടുമോറോ ഈസ് നോട്ട് ടഫ്, ബട്ട് ആഫ്റ്റർ ടുമോറോ ഈസ് എക്സലന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. But most people, but most students, but most teachers, but most parents എന്തെയും ആയുധം വെച്ച് കീഴടക്കുന്ന നാളെ വൈകുന്നേരമാണ് പോകുന്നത്. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തുടർച്ച എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പഠിക്കാനും കഴിവുകളെ ആർജിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, വിദ്യാസ് ചാനലിൽ കരിയർ എപ്പിസോഡുകൾ, മാഗസിനുകളിൽ ആർട്ടിക്കിൾ, പത്രത്തിൽ ആർട്ടിക്കിൾ, ഇങ്ങോട്ട് വന്ന ആർട്ടിക്കിൾ ചോദിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങളുടെ റെമ്യൂണറേഷൻ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഫറൂഖ് കോളേജിൽ ഒരു ദിവസം കോവിഡിന് മുമ്പ് വാക്ക് വിത്ത് സ്കോളർ, നിങ്ങളിപ്പോ ഫേസ്ബുക്കിൽ ഒരു അഭിഷാദ് ഗുരുവായൂർ കണ്ടിട്ടുണ്ട്. അഭിഷാദ് ഗുരുവായൂർ ഞാനും വണ്ടൂര് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 1 ഡേ പ്രോഗ്രാമിൽ ചെന്ന് ഒരു ദിവസം മുഴുവൻ ക്ലാസ് എടുത്തുകൊണ്ടൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നത്. നിങ്ങളിവിടെ ആലത്തൂരിന്റെ സ്ഥലങ്ങളിൽ ഒതുങ്ങി കൂടേണ്ടവരല്ല, നമ്മളൊന്നും ഇവിടെ ജീവിച്ച് മരിക്കേണ്ടവരല്ല. നമ്മുടെ കഴിവുകൾ വളർത്തിക്കൊണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളെന്നും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ ഷാജിന്റെ ഒപ്പയാണ് എന്നെ ഇവിടെ നിയമിച്ചത്. എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഞാൻ ഓർക്കുകയാണ്. SSLC കഴിഞ്ഞ് റിസൾട്ട് വന്ന് ആ മെയ് 31-ാം തീയതി ഒരു ബക്കറ്റും പായയും ഒരു കോശയൊക്കെ പിടിച്ചുകൊണ്ട് വരികയാണ്.
എല്ലാം നമുക്ക് ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ പഠിക്കില്ലെങ്കിൽ എനിക്ക് ശാന്തപുരം എന്താണോ ഇസ്ലാമിയ കോളേജ് അതൊന്നും അറിയില്ല. അങ്ങനെ പോയി ഒരാഴ്ച കരഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് അവിടെ നിന്ന് പഠിച്ചു. വീണ്ടും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ BA അറബിക്ക് എടുത്ത് ഇവിടെ വന്നു. അതിന് ഖാദർ മാഷോട് ഒരു മതിപ്പുണ്ട്. ഹയർ സെക്കൻഡറിയിൽ അറബി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറബിയിൽ കയറാമെന്ന് പറഞ്ഞ് PG ഞാൻ ഹിസ്റ്ററിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞു അറബിക്കാക്കി കഴിഞ്ഞാൽ അത് ഉപകരിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അധ്യാപകരോട് പറയാനുള്ളത് ടീം വർക്ക്, നന്നായി ടീം വർക്ക്. നിങ്ങൾ ഹൈസ്കൂളാണോ ഹയർ സെക്കൻഡറി ആണെന്നോ നിങ്ങളുടെ ഫണ്ട് വീട്ടിയേക്കാൾ കൂടുതലുണ്ടെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് ജാല കളിക്കുമ്പോൾ ഈ നാട്ടിലെ കുട്ടികൾ ഇങ്ങോട്ട് കടന്നു വരണമെന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും വലിയ ഒരു ഇന്റൻസീവ് കോച്ചിങ് നടത്തിക്കൊണ്ട് വലിയ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നല്ല വിളക്ക് കത്തിക്കുന്നിടത്തേക്ക് കുട്ടികൾ വരൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നന്ന്, നമ്മുടെ കുടുംബത്തിന് നന്ന്. അതുകൊണ്ട് ഈ കലാലയത്തിൽ അധ്യാപകനാകാൻ ആഗ്രഹിച്ചു, അവിടെ സാധിച്ചു. ഹയർ സെക്കൻഡറി വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ മാനേജ്മെന്റിനോടൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. ഇവിടെ പ്രിൻസിപ്പൽ പോസ്റ്റ് വന്നു. ഒരു കുട്ടിയോട് കമായ അക്ഷരം ഞാൻ സംസാരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ജബ്ബാറുണ്ട്, സേഫ്റ്റി മാഷുണ്ട്, സെലീന ടീച്ചറുണ്ട്, ഇബ്രാഹിം ഡോക്ടറുണ്ട്, എന്റെ റിലേഷൻ ആണ്. പക്ഷെ പ്രിൻസിപ്പൽ എന്ന പദവിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതായിരുന്നില്ല എന്റെ പാഷൻ. കരിയർ ഗൈഡൻസ് രംഗത്ത് അധ്യാപകർക്ക് ഒരു മില്ലേനിയം ട്രെയിനിങ് വലിയ കളർഫുൾ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഹൈസ്കൂളിൽ ടീച്ചർ വിളിച്ചതല്ലേ മാത്തമാറ്റിക്സ്. ഒരു ദിവസം ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നതാണ്. ടീച്ചർ ടീച്ചറിന്റെ അവിടെ സാറേ എന്നാൽ നിങ്ങൾ മില്ലേനിയം ട്രെയിനിങ്ങില് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്രയും വലിയ ഒരു അനുഗ്രഹമല്ലാതെ ഈ ലോകത്ത് നമുക്ക് എന്ത് കിട്ടാൻ ഒരു കുട്ടിയും നമ്മുടെ കല്ലറിയില്ല നമ്മൾ ക്ഷണിച്ചാണെങ്കിൽ. അതുകൊണ്ട് ഇത്രയും മനോഹരമായ വലിയ അവസരങ്ങൾ കിട്ടിയ അവസരങ്ങളൊന്നും ആരും തുറന്നു തരില്ല, ആരും പിടിച്ചു കൊണ്ടുപോകില്ല. നമ്മൾ മാർക്കറ്റ് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ വളരുക. മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും സുമാർ പക്ഷെ ഞാൻ കോട്ട് ചെയ്യാണ്. മർക്കസ് കോളേജിലെ BEഡിന്റെ മാഗസിൻ എഡിറ്ററായപ്പോൾ ഡാറ്റാബേണിൽ നിന്നാണ് ഞാൻ മാഗസിൻ ചെയ്തത്. അന്ന് സുകുമാര ഭാഷ ഞാൻ കാണുന്നുണ്ട്. ഇന്നും അതേ സ്റ്റെപ്പിലാണ് സുകുമാര ഭാഷ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിന്ദു ടീച്ചർ എനിക്ക് മുമ്പ് വന്ന രാജ്ഞിയാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സതീദേവ് ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചവരാണെങ്കിൽ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ എന്തുണ്ട് അവർക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ടീച്ചറാകാൻ ശ്രമിക്കുക.